ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. കുറേ കാലമായി എടുക്കണം വിചാരിക്കുന്നു, അങ്ങനെ നടക്കാറില്ല. അപ്പം ഏതായാലും എടുക്കാൻ വിചാരിച്ചു. കാരണം ഇന്ന് അതിൻ്റെ അംഗൻവാടിയിൽ പ്രവേശനോത്സവം കൂടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഞാനൊന്ന് രാവിലെ തൊട്ടേ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റ് അതിന് കഞ്ഞിയൊക്കെ വെച്ച് ചട്നിക്കുള്ള ഉള്ളിയും ഇതൊക്കെ അരിഞ്ഞ് വെച്ചതിന് ശേഷം ആയി എണീറ്റിട്ടു. അപ്പം അങ്ങനെ അതിനെ എടുത്തുകൊണ്ട് വരികയാണ് താഴോട്ട്. അപ്പോൾ തക്കാളിയൊക്കെ അരിഞ്ഞ് നന്നാക്കി വെച്ച് കണ്ടപ്പോൾ എന്തായാലും തിന്നാന്ന് പറഞ്ഞ് വാശിയായിരുന്നു രാവിലെ തന്നെ കേട്ടോ. അപ്പം ഞാൻ ഏതായാലും കരച്ചിൽ മാറാൻ വേണ്ടി ഞാൻ തക്കാളിയൊക്കെ എടുത്തെടുത്ത് ആയി തിന്നാണ്. അപ്പോൾ ഒന്ന് രാവിലെ അതിനല്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാനിപ്പോൾ ഡയറ്റ് ആയതിനോട് റാഗീൻ്റെ ദോശയൊക്കെയാണ് കേട്ടോ കഴിക്കാറ്. റാഗിയും പിന്നെ അതേമാതിരി ചപ്പാത്തി അങ്ങനത്തെ ഒക്കെയാണ്. അപ്പം കൂടുതലും ചോറൊക്കെ ഒഴിവാക്കിയത് കൊണ്ട് കഴിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ റാഗീൻ്റെ ദോശയാണ്. അതിന് കഞ്ഞി ഉണ്ടാക്കിയിരുന്നു കേട്ടോ, ഓട്സിൻ്റെ. പിന്നെ ചട്ടണിയാണ് കേട്ടോ, ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് ഒരു പുതിയ ചട്ടണിയല്ല, ഞാൻ ഫസ്റ്റ് ട്രൈ ആണ്. ഞാനും പുതിയതായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്ര ടേസ്റ്റ് ഉണ്ടാകുന്നു. അപ്പോൾ ഞാൻ റെസിപ്പി വേറെ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കുക. അത് ഇതുവരെ ഇങ്ങനെ കഴിച്ചു നോക്കാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും മസ്റ്റായി ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം കൂടി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചട്ടണീൻ്റെയും ദോശേൻ്റെയും ഒക്കെ പരിപാടിയിലാണ്. അതിന് ദോശയൊക്കെ തിന്നാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ദോശ ചുടുന്ന സമയത്ത് അതിനെ പറ്റിക്കാൻ വേണ്ടി പൂച്ചേനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ആൽമണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തോലൊക്കെ പൊളിക്കാൻ വേണ്ടി ഞാൻ അതിനെ ഏൽപ്പിച്ചാൽ, പിന്നെ കുപ്പിയോടൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ കുപ്പിയൊക്കെ എടുത്ത് നിലത്തിട്ട് ചിന്തി വെച്ചിരുന്നു കേട്ടോ. പിന്നെ അതിനെ എടുത്ത് വെച്ച് ലാസ്റ്റ് അങ്ങനെ ഞാൻ അതിന് പൂച്ചേൻ്റെ ദോശയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. കാണണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ നീന്തി വെക്കുകയാണ് കേട്ടോ ആയും. അങ്ങനെ ഫസ്റ്റ് പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്ത സമയത്ത് ഒറ്റയ്ക്ക് തിന്നേ, മാറി തിന്ന് ചെവി തിന്നമ്മയെന്നൊക്കെ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് തിന്നേന്. പിന്നെ 2-3 പ്രാവശ്യം ഉണ്ടാക്കിയപ്പോഴേക്ക് മടുത്തേണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കൊടുത്താലേ തിന്നുള്ളൂ. പിന്നെ ഞാൻ പാല് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാലിൽ കൂടെ ചൂടാക്കുകയാണ്. അതേമാതിരി പാല് തിളപ്പിക്കുന്ന സമയത്ത് ഞാൻ തൈരിലേക്കും കൂടി പാർന്ന് വെക്കും കേട്ടോ. അപ്പം നല്ല പുളിയില്ലാത്ത കട്ട് തൈര് കിട്ടും. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ ആയ സമയത്ത് ചായ ഞങ്ങൾ അങ്ങനെ കുടിക്കില്ല കേട്ടോ. അപ്പം അതിനും ചായ ഞാൻ കൊടുക്കാറില്ല. അപ്പം പാൽ തന്നെയാണ് കേട്ടോ ഇപ്പോൾ കൊടുക്കുന്നത്. പാലും അങ്ങനെ കൊടുക്കില്ല, എപ്പോഴെങ്കിലുമൊക്കെ കൊടുക്കുള്ളൂ. കൊടുക്കുകയാണെങ്കിലും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് കൊടുക്കുക. കാരണം പാൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കഫക്കെട്ട് വരുന്നത് കൊണ്ട് ഒഴിവാക്കും കേട്ടോ. ഇവിടെ ടീച്ചർ അവിടെ പോയാൽ ബലൂണില്ലേ അത് തരാമെന്നില്ല ടീച്ചർ. എന്നിട്ട് അതിന് ഇങ്ങനെ പൂച്ചേന് 4 ഇങ്ങനെ മുറിച്ചിട്ട് മാട്ടാക്കി ചട്നി ഇങ്ങനെ നോക്കിയിട്ട് അതിന് വായിലേക്ക് ഇടണം പറഞ്ഞു. ഞാൻ അതിൻ്റെ പൂച്ചേൻ്റെ ചെവി ഇങ്ങോട്ട് മുറിച്ചിട്ട് മഴ തിന്നണം, തിന്നണം. ആയുന് ദോശ കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഞാനും കൂടെ കഴിക്കും കേട്ടോ. കാരണം വെച്ചാൽ ഒരു ദോശയൊക്കെ തിന്നാനും 1-1.5 മണിക്കൂർ ചിലപ്പോൾ എടുക്കും. അതുകൊണ്ട് ഇങ്ങനെ കളിച്ച് കുത്തിരിക്കുകയാണ് ചെയ്യട്ടോ. ചില സമയത്ത് ഫോൺ വേണ്ടി വരും, ചില സമയത്ത് ഫോൺ വേണ്ട, അല്ലാതെ ഇങ്ങനെ കളിച്ച് തിന്നോളൂ കേട്ടോ. ഓരോ ദിവസവും ഓരോ സ്വഭാവത്തിലാണ്. ഒന്ന് വലിയ കുഴപ്പമില്ല. ഇന്ന് രാവിലെ എണീറ്റ് എങ്ങനെയൊക്കെയാണെങ്കിലും രാവിലെ ഞാൻ എടുക്കണം എന്നുള്ള ചെറിയ വാശി ഉണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ വയ്യാലിങ്ങനെ നടക്കും വെറുപ്പിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ കുറേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ അനുസരിച്ചിരിക്കും. ചില ദിവസം ഒരു പ്രശ്നമില്ല, കളിച്ച് ഞാൻ നടന്നോളും.
അങ്ങനെയൊക്കെയാണ് അവൻ്റെ സ്വഭാവം. അപ്പം അതാ ചായ കഴിഞ്ഞ് അവനെ കുളിപ്പിച്ച് ഞാനും ഫ്രഷ് ആയതിനു ശേഷമാണ് ഞങ്ങൾ ഒരുങ്ങി പോകുന്നത് കേട്ടോ. ഒരു 10-10:30 ആവുന്ന സമയത്താണ് പ്രോഗ്രാം തുടങ്ങുക. പിന്നെ കൂടെ തന്നെ ഞാൻ ദോശ തിന്നതിന് ശേഷം കഞ്ഞി കൊടുക്കലുണ്ട് കേട്ടോ, ഓട്സിൻ്റെ കഞ്ഞി. അപ്പം ചില ദിവസം കുടിക്കും, ചില ദിവസം കുടിക്കില്ല. ഫോൺ വേണം കുടിക്കാൻ. എങ്ങനെയാണ് കഞ്ഞി കുടിക്കാൻ എന്തായാലും ഫോൺ വേണം കേട്ടോ. കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കി നിന്നിട്ടാണ് കഞ്ഞി കുടിക്കുക കേട്ടോ. വെള്ളായി പോവാന്നേ അങ്ങനെ പോവാൻ പറ്റൂല. പറയൂ ഒരു ദിവസം എല്ലാരും വരണം. ഒരു കാര്യം ചെയ്യാം, ഉള്ളിൽ ഭംഗിയാണ്. കഴിക്കുമ്പോൾ പായ പൊളിപ്പിച്ചേ മുടി വന്നിട്ട് ഇടയ്ക്ക് തല്ലി കിട്ടും. എടുത്താൽ തല്ലിട്ടു. മുടിയെട്ടെ അതിന്റെ ബാഗ് ഈ മുഖമൊന്നും തുടക്കല്ലേ അല്ലേ? ഞാൻ ഇന്നലെ വെച്ച മാതിരി തന്നെ ഉണ്ടല്ലോ ടവല്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലേ ടവലായിട്ടേ അല്ല ഭക്ഷണം കഴിച്ച് കൈ കഴുകി കഴിഞ്ഞിട്ടേ ടവലെടുത്തിട്ടേ എന്താ അതില് ഇടണേ. ഒരു കമ്മലെടുക്കുകയോ കാണില്ല. ഗൈസ്, ഇന്ന് ആയുന്റെ അംഗൻവാടിയില് എന്താ പ്രവേശനോത്സവമാണ് കേട്ടോ, November 1. അപ്പൊ അതിന്റെയും കൂടി സന്തോഷത്തിലാണ് കേട്ടോ ആയു. ഫസ്റ്റ് നമ്മൾ എന്താ അംഗൻവാടി കൊണ്ടാക്കുന്ന സമയത്ത്, ഞാൻ ആക്കുന്ന സമയത്ത് ഭയങ്കര കരച്ചിലേക്ക് കേട്ടോ. പിന്നെ അവിടുന്ന് കുഴപ്പം കിട്ടാവില്ല. പിന്നെ വൈകുന്നേരം കൂട്ടാൻ നേരത്ത് ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ കച്ചറ കേട്ടോ. അപ്പൊ പോവാൻ നേരത്ത് ടീച്ചറെ കാണുമ്പോ ഒരു ചെറിയൊരു ചടുപ്പ്. പിന്നെ ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞ് ഞാൻ വിളിച്ചു നോക്കും കുഴപ്പമുണ്ടോന്ന്. അപ്പോൾ ഒരു പ്രശ്നമില്ലൊക്കെ മാറിയെന്ന് അറിയട്ടോ. അപ്പം വൈകുന്നേരം ഇങ്ങോട്ട് പോരാനാണ് പ്രശ്നം, രാവിലെ അവിടെ എത്തുമ്പോഴാണ് പ്രശ്നം. അല്ലാത്ത പ്രശ്നമൊന്നുമില്ല. ഞാൻ കുറേ വിചാരിച്ചു കരയും, തീരെ പോവില്ല, മടി കഴിക്കുന്നൊക്കെ. പക്ഷേങ്കിൽ അങ്ങനെയല്ല, രാവിലെ നേരത്തെ എണീക്കും കേട്ടോ. അംഗൻവാടി പോകും, അമ്മ ടീച്ചറെ വിളിച്ചോ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ എണീക്കും. ഒരു 6-6:30 ആകുമ്പോൾ എണീറ്റാളും. ഇന്ന് പുതിയ ഫ്രണ്ട്സ് ഒക്കെ വരും പറയും. ആയു കരയില്ല, ഗുഡ് ബോയ് അയക്കുമെന്ന് പറയും. അംഗൻവാടിന്ന് പഠിച്ച പാട്ടൊക്കെ ഒന്ന് പാടി കൊടുക്ക്. ടെല്ലിങ് ലൈസ് ഒക്കെ ഇടുമ്പോ ഓപ്പണിങ് നോസല്ല, മൗത്ത്.
ഓക്കെ. ഇത് ജിറാബുഞ്ചി പാടിപ്പോയി അങ്ങനെയല്ല, ഫസ്റ്റോട്ട് പാടി, ഫസ്റ്റോട്ട് പാടി കൊടുക്കും. പോകേണ്ടൊരാളും കാണേണ്ടേ കാടുകൾ കരകൾ നിലയ്ക്കാതെ, പോകേണ്ടേ ദൂരൊരാളും കാത്തു നിൽക്കാതെ, കേൾക്കേണ്ടേ കഥകൾ കിസകൾ നിലയ്ക്കാതെ, ചിറാപ്പുഞ്ചി മഴയപ്പ്. അപ്പൊ ഗൈസ് ഞങ്ങൾ പോയി നോക്കട്ടെ എന്താ അവസ്ഥ. ബൈ ബൈ. അങ്ങനെ ഇതാ അംഗൻവാടിയിൽ എത്തിയിട്ടോ. ആയി നോക്കുകയാണെങ്കിൽ ഇപ്പൊ എന്താ കുറെ കുട്ടികളുണ്ടല്ലോ, എന്താണ് സംഭവം എന്ന് ഓനും മനസ്സിലായില്ല. അപ്പം അവിടെ എത്തിയപ്പോ തന്നെ പോവാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാരും കണ്ടപ്പോ ഇങ്ങനെ നോക്കിയത് എന്താ സംഭവം ഓനും മനസ്സിലായില്ല. അപ്പൊ 2-3 മക്കൾ കരയുന്നുണ്ട്, കുക്കൊക്കെ ഒന്ന് ചെറിയ കരച്ചിലൊക്കെ ആയിരുന്നു. അതിന് വലിയ കുഴപ്പമില്ല. ആയി വന്നേരം പറയുന്നുണ്ട് കരയില്ല, അവര് കരയില്ലട്ടോ എന്ന് അറിയുന്നുണ്ട്. കരയണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം കുറച്ചു നേരമൊക്കെ കളിച്ചു നിന്ന് പിന്നെ അവിടെ നിന്ന് ചെറിയ ചെറിയ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ കൊടുക്കാണ്ടായിരുന്നു. പിന്നെ ചെറിയ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്യലുണ്ടായിരുന്നു. പിന്നെ മക്കൾക്ക് ബട്ടർഫ്ലൈയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കൂട്ടത്തിൽ ലഡുവും കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ലഡു വാങ്ങി കഴിച്ച പകുതിയായ സമയത്താണ് എൻ്റെ ഡയറ്റിന്റെ കാര്യം എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. അത് ഞാൻ ഏതായാലും കഴിച്ചല്ലോ വിചാരിച്ച് ഫുള്ള് കഴിക്കുകയും ചെയ്ത്. അങ്ങനെ ആയതാ നല്ല കുട്ടിയായിട്ട് ബട്ടർഫ്ലൈ ഒക്കെ വാങ്ങാൻ പോകുന്നുണ്ട് കേട്ടോ. കിട്ടി. കുറച്ച് കഴിഞ്ഞപ്പോ ഇതൊന്നും എനിക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ വലിച്ചെറിയലായിരുന്നു കേട്ടോ അതിന്റെ പണി. അങ്ങനെ ഞാനതെടുത്ത് നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അത് അതിന് വിചാരിച്ചത് എൻ്റെ കൂടെ പോരാ, ക്ലാസ് കഴിഞ്ഞെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ എങ്കിൽ ടീച്ചർ അവനെ അവിടെ പിടിച്ചു വെക്കുകയും ചെയ്തു. അപ്പോൾ അന്നേരം എന്തായാലും ചെറിയ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെറിയ ചെറിയ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അവര് ഹെൽത്തിന്റെ ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ ചെറിയ ഇൻഫർമേഷനും കുറേ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. അപ്പം പിന്നെ എന്ന് വെച്ചാൽ ഞാൻ നേരെ APA-യിലേക്ക് ഇരുന്നു കേട്ടോ പോയെ. വീട്ടിലെത്തിയതിന് ശേഷം നേരെ APA-യിലേക്ക് പോയിരുന്നു. കല്യാണത്തിന് മുന്നേ ഒക്കെ ഞാൻ ഈ കോഴ്സിൽ ചേർന്നതായിരുന്നു കേട്ടോ. അപ്പം ഇപ്പം എന്തെങ്കിലും ജോബും കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഒറ്റയ്ക്കും ഉണ്ടാവുള്ളായിരുന്നു. അപ്പോൾ പോയപ്പം ഒരാളെ കൂട്ടിനെ കിട്ടിട്ടോ. ഓനും എക്സാം എഴുതാൻ വന്നു. ജിമ്മൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇതൊന്ന് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നീതുവിൻ്റെ വീട്ടിൽ വന്നാട്ടോ. ഞാൻ പ്രാക്ടീസ് ചെയ്തൊക്കെ കേട്ടോ. പ്രാക്ടീസ് ചെയ്യുന്ന വീഡിയോ എടുക്കാം. ശരിക്കും പിന്നെ 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 അടുത്ത എത്താവുമല്ലോ ഞാൻ
കുറച്ചുപേരൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് ആട്ടോ പോയത്. അപ്പോൾ വീട്ടിലെത്തി നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ സാലഡൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ച്. വേറെ ഉണ്ടാക്കാൻ മടിയായിരുന്നു. ചപ്പാത്തി നൈറ്റ് കഴിക്കില്ല. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ മടിച്ചിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിളും ഒരു മുട്ട പുഴുങ്ങി വെച്ചതുണ്ടായിരുന്നു, അതെടുത്ത് കഴിച്ച്. ആയും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ കഴിക്കാൻ. അവന് ഞാൻ അങ്ങനെ ഇടയ്ക്ക് കഴിക്കുമ്പോൾ അവന് വരുന്നു കഴിക്കും കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.